ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് നല്ല ഉണക്ക ചെമ്മീനും ചക്കക്കുരു ഇട്ട് വെച്ച അടിപൊളി കറിയാണ് കേട്ടോ. തേങ്ങ അരച്ച് വെച്ച നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. ഈ കറി ഉണ്ടെങ്കിൽ നമുക്ക് ഉച്ചക്ക് ചോറിനൊന്നും വേറെ ഒന്നും വേണ്ട കേട്ടോ. ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് ഈ കറി തന്നെ മതിയാവും, ചോറ് കാലിയാവും. അത്രയ്ക്ക് ടേസ്റ്റുള്ള ഒരു കറിയാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി വേണ്ടത് ചക്കക്കുരുവാണ് കേട്ടോ. ഇതേപോലെ നമുക്ക് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് ഇതേപോലെ കുറച്ച് വെലിങ്ങനായിട്ട് കട്ട് ചെയ്യണം കേട്ടോ. നല്ലോണം ചെറുങ്ങനെ കട്ട് ചെയ്യാൻ പാടില്ല. ഇത് കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്ക് ഉണക്ക ചെമ്മീനാണ്. ഇത് ഏകദേശം ഒരു 1/4 കപ്പോളം ഉണക്ക ചെമ്മീൻ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തലയും വാലെല്ലാം കളഞ്ഞിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് സവാളയാണ്. ഞാനിവിടെ ഒരു മീഡിയം സൈസിലുള്ള സവാളേൻ്റെ മുറിയോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു തക്കാളിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി പാകത്തിന് വെള്ളവും ചേർത്ത് കൊടുക്കാം. നമുക്ക് ഉണക്ക ചെമ്മീൻ കൂടുതലായാലും ഒന്നും കുഴപ്പമില്ല കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരിക്കും. കൂടുതലായാലും നല്ലൊരു മണവും നല്ലൊരു ടേസ്റ്റും കിട്ടും കേട്ടോ. ഇനി ഇതെല്ലാം കൂടിയിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മൂടടച്ചിട്ട് നമുക്ക് ഒന്ന് വേവിക്കാൻ വെക്കാം കേട്ടോ. ഏകദേശം ഒരു 3 വിസിലോളം നമുക്ക് വേവിച്ചെടുക്കാം. എന്നാൽ തന്നെ നമ്മളെ ചക്കക്കുരുവെല്ലാം വെന്ത് വന്നോളും. അപ്പോൾ ഞാൻ ഇവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഒരരപ്പ് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് മുറി തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വലിയ തേങ്ങൻ്റെ മുറിയോളം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ജീരകമാണ്. വലിയ ജീരകം ഏകദേശം ഒരു 1/4 ടീസ്പൂണോളം നമുക്ക് ചേർത്ത് കൊടുക്കാം. വലിയ ജീരകം ഇട്ട് കൊടുത്താൽ നല്ലൊരു മണം കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 4 വെളുത്തുള്ളി തൊലി കളഞ്ഞിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. നമുക്ക് അരക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം നമുക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. നല്ല പേസ്റ്റ് പരുവത്തിൽ തന്നെ കിട്ടണം. അപ്പോൾ നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ നമ്മൾ ചക്കക്കുരു വേവിക്കാൻ വെച്ചിട്ട് അത് നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ വിസിലെല്ലാം പോയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ആ ചക്കക്കുരു എല്ലാം കൂടിയിട്ട് നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്, ഉണക്ക ചെമ്മീൻ്റെ എല്ലാം. അപ്പോൾ ഇതെല്ലാം കൂടി ജസ്റ്റ് ഒന്ന് ഇതേപോലെ നമുക്ക് കയ്യിലുകൊണ്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ നേരത്തെ അരച്ച് വെച്ച അരപ്പ് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ ലൈക്കും ഷെയറും കമൻറ്റൊന്നും ചെയ്യാൻ മറന്നേക്കല്ലേ. കൂടെ ആ ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ നിൽക്കാൻ ഞാനെടുത്ത വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പുളിയും വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് പുളിൻ്റെ വെള്ളം മതിയാവും കേട്ടോ, നല്ലോണമൊന്നും വേണ്ട. ഇനി ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് നമുക്ക് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് തിളക്കുന്നത് വരെ നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. കണ്ടില്ല, നല്ലോണം കുറുകിയിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഇനി ഇത് നമുക്ക് തീ ഓഫ് ചെയ്യുക. ഇനി ഇതിലേക്ക് നമുക്കൊന്ന് കാച്ചി പോരണം. അതിന് വേണ്ടിയിട്ട് ഇതേപോലെ ഒരു ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ വേണ്ട. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താലേ നമുക്ക് നല്ലൊരു മണവും ടേസ്റ്റും കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഓയിലായാലും മതി. ഇനി ഇതിലേക്ക് ഒരു 2 ചെറിയ ഉള്ളി ഇതേപോലെ ചെറുതായി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. ഹൈ ഫ്ലെയിമിൽ തീ വെച്ചിട്ട് തന്നെ നമുക്ക് നല്ലോണം ഒന്ന് ഈ ചെറിയ ഉള്ളി ഒന്ന് മുരിച്ചെടുക്കണം. ഇപ്പോൾ ചെറിയ ഉള്ളിയെല്ലാം ഏകദേശം മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് പച്ചമുളകാണ്. ഞാനിവിടെ കാന്താരി മുളകാണ് എടുത്തിട്ടുള്ളത്. കാന്താരി മുളകില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, പച്ചമുളകായാലും മതിയാവും. അപ്പോൾ ഇതും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം.
അപ്പോൾ ഇതും കൂടെ കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് കറിവേപ്പിലയാണ്. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നല്ലോണം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇപ്പം നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഇനി ഇത് നമുക്ക് ആ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് കാച്ചി ഒഴിക്കണമെന്നൊന്നും നിർബന്ധമില്ല കേട്ടോ. അല്ലാണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് ഈ കറി. വേണമെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇതാ നമ്മളെ ചെമ്മീനും ചക്കക്കുരുവെല്ലാം ഇട്ട് വെച്ച കറിയുടെ തയ്യാറായിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് കലക്കി കൊടുക്കുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയർ കമൻറ്റൊന്നും ചെയ്യാൻ മറന്നേക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.